ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ ഉപയോഗിച്ച് നല്ല രുചികരമായിട്ടുള്ള പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 കപ്പ് അളവിലാണ് ഉള്ളത്. ഇനി നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ മത്തങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കൂടുതലായിട്ടങ്ങ് പൊടിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത്. അധികം പുളിപ്പില്ലാത്ത തൈരായതുകൊണ്ടാണ്. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ടേസ്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കേണ്ട. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പച്ചടി ഒന്ന് കടുക് വറുത്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ള അടിപൊളി പച്ചടിയാണ്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.